എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ജൂലൈ 17 വൈകുന്നേരം 4 മണി വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് IHRD CAP LBS സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നേരത്തെ ഫീസ് അടച്ച് അഡ്മിഷൻ എടുത്തവർ ഒഴികെ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്ഥാപനങ്ങളിൽ ഫീസ് അടച്ച് പ്രവേശനം എടുക്കേണ്ടതാണ്. നേരത്തെ ഉയർന്ന ഓപ്ഷനുകൾക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തവരും ഈ ഒരു ലിസ്റ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച സ്ഥാപനങ്ങളിൽ മുഴുവൻ ഫീസ് അടച്ച് പ്രവേശനം നേടേണ്ടതാണ്. അല്ലാത്ത പക്ഷം അഡ്മിഷൻ റദ്ദാകുന്നതാണ്. രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് പ്രകാരം അഡ്മിഷൻ നേടുവാൻ ആഗ്രഹിക്കുന്നവർ 17 വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ പ്രവേശനം നേടേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുള്ള സ്പോട്ട് അഡ്മിഷൻ 22 മുതൽ 26 വരെ ജില്ലാ നോഡൽ പോളിടെക്നിക് കോളേജുകളിൽ വെച്ച് നടക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട്, ഈ ഒരു കൗൺസിലിങ്ങിൽ പങ്കെടുക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ 17 മുതൽ ആരംഭിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഘട്ടത്തിൽ ആ ഒരു നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടക്കുന്ന കൗൺസിലിങ്ങിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള കോഴ്സാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ ലഭിച്ച ആ ഒരു അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടും എന്ന് മാത്രമാണ്. നിങ്ങൾക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്കും, അതുപോലെ തന്നെ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കും, അതുപോലെ അപേക്ഷ സമർപ്പിക്കുകയും എന്നാൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ നേടാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ, അതായത് ഫസ്റ്റ് സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള ജില്ലാതല നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടക്കുന്ന ആ ഒരു കൗൺസിലിങ്ങിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അതിൻ്റെ രജിസ്ട്രേഷൻ ഈ ഒരു 17 മുതലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ജില്ലകളിലേക്ക് അഡ്മിഷൻ നേടാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഒന്നിൽ കൂടുതൽ ജില്ലയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. വിശദമായിട്ടുള്ള സ്പോട്ട് അഡ്മിഷൻ ഡീറ്റെയിൽസുകൾ പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫീ ഡീറ്റെയിൽസൊക്കെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് പ്രോസ്പെക്ടസ് ഒന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.